മക്കളെ, നിങ്ങൾ എല്ലാവരും കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ജേണിയിൽ എത്തിയിരിക്കുകയാണല്ലേ. നിങ്ങളിൽ ചിലരെങ്കിലും കൊമേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് അറിഞ്ഞു വന്നവരായിരിക്കാം. മറ്റു ചിലരാണെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാതെ കൊമേഴ്സിൽ എത്തിയവരായിരിക്കാം. ഇവ രണ്ടാണെങ്കിലും കൊമേഴ്സ് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ജേണി എന്ന് പറയുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ അനന്തമായ സാധ്യതകളിലേക്ക് എത്താൻ നിങ്ങൾ ഈ +1 തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയി പഠിച്ചു തുടങ്ങിയേ മതിയാവും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. ഒട്ടുമിക്ക സ്കൂളുകളിലും എല്ലാ വിഷയങ്ങളുടെയും ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന മാസം കൂടിയാണ് ഈ ജൂലൈ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളുകളിൽ നമ്മുടെ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തെ അല്ലെ ബിസിനസ് സ്റ്റഡീസിലെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു തുടങ്ങുന്ന ഒരു മാസം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ യുവാ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ അല്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക കുട്ടികൾക്കും അറിയാം വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ കൂടിയാണത്. സോ ആ ചാപ്റ്റർ എന്ന് പറയുന്നത് ജൂലൈയിൽ തന്നെ നമ്മൾ നമ്മുടെ ആപ്പിൽ കവർ ചെയ്തിരിക്കുകയാണ്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പാർട്ട് വൈസ് ആയിട്ട് നമ്മൾ ആ ചാപ്റ്റേഴ്സ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ജൂലൈ മാസത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 3rd ചാപ്റ്ററിലേക്ക് കൂടെ കടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്, നമ്മളിപ്പോൾ 3rd ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇനി പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസിനെയും കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ചാപ്റ്റർ വൈസ് റിവിഷൻസ് ആണ്. എല്ലാ മക്കളെയും ഒരുപോലെ പഠിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനുമായിട്ടാണ് സൈലം ഇനി മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൈവറ്റ്, പബ്ലിക്, ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിനുള്ളത്. ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാം ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ചാപ്റ്ററിനെയും നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെയാണ് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ഓർഗനൈസേഷനെ എല്ലാം ഓണർഷിപ്പിന്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകുന്നത് നമ്മുടെ റിവിഷനിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഒരു റിവിഷൻ എന്നുള്ളത്. ഒന്നാമത് നിങ്ങൾക്ക് ഓണപരീക്ഷ ഇല്ല അല്ലേ, നിങ്ങളൊരു +1 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓണപരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, എക്സാംസ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കൂളുകളിൽ എന്തായാലും ചാപ്റ്റർ വൈസ് ആയിട്ട് സബ്ജക്ട് വൈസ് ടീച്ചേഴ്സ് യൂണിറ്റ് ടെസ്റ്റുകൾ ഉറപ്പായിട്ടും നടത്തും. സോ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എക്സാംസ് അപ്പിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസ് നന്നായിട്ട് അപ്പിയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജൂലൈ മാസത്തിൽ നേരെ റിവിഷനിലോട്ട് പോകുന്നത്. സോ ഇനിയും ആരെങ്കിലും നമ്മുടെ യുവാ ബാച്ചിൽ അഡ്മിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് എടുക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിൻ്റെ കാര്യം. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ക്ലാസ്സസ് ഇല്ലേ, എപ്പോഴാണ് തുടങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് യൂട്യൂബ് ക്ലാസ്സസ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പോർഷൻ വൈസോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വൈസോ മാത്രമായിട്ട് 1 ഷോട്ട് സീരീസ് പോലെയൊക്കെ ആയിരിക്കും. നമ്മുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്തായാലും നമ്മുടെ ആപ്പ്, നമ്മുടെ യുവാ ബാച്ചിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും അഡ്മിഷൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.